ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഹെയർ കട്ട് ഡേ ആണ് കേട്ടൊന്ന്. എല്ലാവർക്കും അവരുടെ ബേബിയുടെ ഫസ്റ്റ് ഹെയർ കട്ട് ഡേ ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പം ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾ സലൂണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫോട്ടോ പോലെ കേട്ടോ വെട്ടാനായിട്ട് ശ്രമിക്കുന്നത്. നടക്കില്ലെന്ന് നോക്കാം. ഇങ്ങനെ സൈഡൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രണ്ടിൽ മാത്രം കുറച്ച് വെച്ചിട്ട് ഈ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സാറ ബേബി എത്തിയപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അവിടെയുള്ള ചേട്ടൻ ട്രിമ്മറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നോക്കിയിരുന്നത് എന്താണ് ഈ ചെയ്യുന്നത്, ഈ സംഭവം കൊള്ളാലോ ഇത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തുടങ്ങി. പിന്നെ കരച്ചിൽ നിന്നത് മുടി വെട്ടി കഴിഞ്ഞിട്ടും അവളുടെ കരച്ചിൽ നിന്നിട്ടില്ല. ഈ ട്രിമ്മറിൻ്റെ ഈ സൗണ്ട് കേട്ടപ്പോൾ തൊട്ട് പിന്നെ സാറ കരച്ചിലോട് കരച്ചിലായി. എപ്പോൾ ഈ ട്രിമ്മറിൻ്റെ വേറെ ആൾക്കാർക്കാണെങ്കിലും ആ ഷോപ്പിൽ വെച്ചിട്ട് വേറെ ആൾക്കാർക്കാണെങ്കിലും ഈ ട്രിമ്മർ യൂസ് ചെയ്താലും ഇവള് കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ടോ, ആ ട്രിമ്മർ യൂസ് ചെയ്തിട്ട് നിർത്തിയിട്ട് ആ ചേട്ടൻ കത്രിക വെച്ച് വെട്ടിയപ്പോൾ അവൾക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാനാണെങ്കിൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടിരിക്കുന്നത്. ഇങ്ങനെ സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് അത്ര വലിയ കുഴപ്പമില്ല. ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴാണ് അവൾ കരയുന്നത്. പിന്നെ അവൾ അതിനിടയിൽ അവളുടെ ഭംഗി തന്നെ ആസ്വദിച്ചിരിക്കുകയാണ്. മിറർ നോക്കിയിട്ട് കണ്ണാട നോക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നു. ലാസ്റ്റ് അവളുടെ ഒരു ചിരിയുണ്ട്, അതാണ് ഹൈലൈറ്റ്. ഭംഗിയായോന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചതാ ഭംഗിയായോന്ന്. അപ്പം തന്നെ നോക്കി ചിരിച്ചു. ആ ചിരി ഒരു വലിയ കരച്ചിലിൻ്റെ മുന്നോടിയാണ് തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി. അങ്ങനെ ട്രിമ്മർ എപ്പോഴൊക്കെ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ ഭയങ്കര രീതിയിലുള്ള കരച്ചിലാണ്. വേദന എടുത്തിട്ട് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതിൻ്റെ സൗണ്ട് കേട്ടിട്ട്. ആ ട്രിമ്മർ നമ്മൾ ജസ്റ്റ് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്താലും അവൾ കരയും. ആ സൗണ്ട് ഇങ്ങനെ, പിന്നെ അതിൻ്റെ ആ വൈബ്രേഷനും, അതുകൊണ്ടാണ് തോന്നിയിട്ടുണ്ട് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഈ മുടി വെട്ടുന്ന ചേട്ടൻ ഇവളുടെ അടുത്ത് വന്ന അപ്പം കരച്ചിലായി. അപ്പോൾ കുഞ്ഞു കുട്ടികളായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം കത്രിക വെച്ച് കട്ട് ചെയ്യാൻ നോക്കുക. ഈ സൗണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പകുതി കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോരാനും പറ്റില്ലല്ലോ നമുക്ക്. ഒരു സൈഡ് എന്തായാലും എടുത്തു, അപ്പോൾ മറ്റേ സൈഡും കൂടി എടുക്കണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര അപാകതയായിരിക്കില്ലേ. അങ്ങനെ ഒരുവിധം കരച്ചിലും കുറച്ച് നേരം പുറത്ത് കൊണ്ടുപോയി നിർത്തി കരച്ചിലൊക്കെ മാറ്റി കൊണ്ടുവരും, വീണ്ടും മുടി വെട്ടും. അങ്ങനെ മാറി മാറി ഞങ്ങൾ എടുത്തു. ഞാനും എടുത്തു, പാച്ചും എടുത്തു. മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ കണ്ടോ, കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് വലിയ രീതിയിലുള്ള കുഴപ്പമില്ല, കരച്ചിലും വാശിയൊന്നുമില്ല. ആ ചേട്ടനെ കാണാണ്ടിരിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന അവൾ. പക്ഷേ ആ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ. അപ്പോൾ വേദന എടുത്തിട്ടൊന്നുമല്ല, അതിൻ്റെ ആ സൗണ്ടും പ്ലസ് വൈബ്രേഷനും ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ വെട്ടി. ഞാൻ വിചാരിച്ച രീതിയിൽ കുഞ്ഞായ കാരണം നമുക്ക് അത്ര പെർഫെക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ പോലെ അടങ്ങിയിരിക്കില്ല ഇവർ. ഇവരുടെ ഒരു താളത്തിന് വെട്ടുന്ന ആ ചേട്ടനെ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ ആ ചേട്ടൻ വർഷങ്ങളായിട്ട് ബേബീസിൻ്റെ ഹെയർ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഫൈനലായിട്ടൊന്ന് ടച്ച് ചെയ്യാൻ നിൽക്കുക. അപ്പോഴേക്കും സാറ് കരഞ്ഞ് 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 ഒരു വിധമായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അധികം കരയിക്കണ്ടാവില്ല, അസുഖം വരുത്തണ്ടെന്ന് വെച്ചിട്ട് ഉള്ളത് മതി ചേട്ടാ, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആൾ ക്യാമറ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, സ്വയം സൗന്ദര്യം ആസ്വദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, സാറെ ഭംഗിയായോ, ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എന്തോന്നില്ലാത്തൊരു റിയാക്ഷൻ. അതിനുശേഷം ഞങ്ങളവിടെ നിന്ന് വേഗം പേയ്മെൻറ്റൊക്കെ കൊടുത്ത് ഇറങ്ങി. കാരണം ആ കടയിൽ നിൽക്കുന്നതോറും അവളുടെ കരച്ചിൽ കൂടുക. പുറത്തിറങ്ങിയപ്പോൾ ആൾ ഓക്കെ ആയി. കണ്ടോ, ആ ഷോപ്പിന് പുറത്തിറങ്ങി ഞാൻ വെളിയിൽ നിന്നപ്പോൾ അവൾക്ക് ഓക്കെ ആയി. അവൾ വെളിയിൽ നിന്നിട്ട് ആ ഷോപ്പ് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് മാറും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.